സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട് മണിക്കൂറുകൾക്കകം ഹോർമുസ് കടലിടുക്കിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തുവന്ന ആ ദൃശ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്ന ആ വീഡിയോയിൽ കാണുന്നത് കേവലമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് വൻ ശക്തിയായ അമേരിക്കയുടെ പടക്കപ്പലിനെ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന ഇറാന്റെ കരുത്താണ്. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിനെ തടയുന്നതും പാത മാറ്റാൻ നിർബന്ധിക്കുന്നതും ഒടുവിൽ പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്നതുമായ ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ അമേരിക്കൻ വൃത്തങ്ങൾ ഇന്നും മൗനം പാലിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്: ഹോർമുസ് കടലിടുക്കിലെ ജലം ഇന്ന് പതിവിലും കൂടുതൽ ചൂടുപിടിച്ചിരിക്കുന്നു. എണ്ണക്കപ്പലുകളുടെ സുഗമമായ യാത്രയെയും ലോകസമ്പദ്വ്യവസ്ഥയുടെ താളത്തെയും ബാധിക്കാൻ പോന്ന ഈ പോര് ഒരു വൻ യുദ്ധത്തിന്റെ തുടക്കമാണോ? വൻ ശക്തികളെപ്പോലും വിറപ്പിക്കുന്ന ഇറാന്റെ ഈ നീക്കത്തിനു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്ത്? ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത് ആ നിഗൂഢമായ ദൃശ്യങ്ങളിലേക്കാണ്. ഹോർമുസ് കടലിടുക്ക് വെറുമൊരു സമുദ്രപാതയല്ല. ലോകത്തിലെ എണ്ണവിതരണത്തിന്റെ വലിയൊരു വിഹിതം ദിനംപ്രതി കടന്നുപോകുന്ന ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവധാരയാണ് ഇത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ ചെറിയൊരു തടസ്സം പോലും എണ്ണവില കുതിച്ചുയരാനും ഇൻഷുറൻസ് ചെലവ് വർദ്ധിക്കാനും ചരക്ക് ഗതാഗതം വൈകാനും ആഗോള വിപണികൾ അസ്ഥിരമാകാനും കാരണമാകും. അതുകൊണ്ടുതന്നെ ഇവിടെയുണ്ടാകുന്ന ഓരോ നീക്കവും ലോക തലസ്ഥാനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇറാൻ പുറത്തുവിട്ട 60 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത്. അതിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേനയിലെ ഒരു കമാൻഡർ "നിങ്ങൾ ഉടൻ ദിശ മാറ്റണം, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ നിങ്ങളെ ലക്ഷ്യമാക്കി ആക്രമിക്കും" എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നതായി കേൾക്കാം. മറുവശത്തു നിന്നുള്ള ശബ്ദം "ഞങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്" എന്ന് മറുപടി നൽകുന്നതും, തുടർന്ന് ഇറാനിയൻ ഭാഗത്തുനിന്ന് "ഇത് അവസാന മുന്നറിയിപ്പാണ്" എന്നാവർത്തിക്കുന്നതും കേൾക്കാം. സമീപത്തുള്ള കപ്പലുകൾ 10 കിലോമീറ്റർ അകലം പാലിക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു. അമേരിക്കയുടെ വിശദീകരണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. തങ്ങളുടെ 2 യുദ്ധക്കപ്പലുകൾ ഹോർമുസ് മേഖലയിൽ മൈൻ നീക്കം ചെയ്യൽ പ്രവർത്തനം നടത്തുകയായിരുന്നുവെന്നാണ് അമേരിക്കയുടെ നിലപാട്. കടൽപാതയിലെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും അന്താരാഷ്ട്ര ഗതാഗതാവകാശം സംരക്ഷിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുമെന്നും അനധികൃത ടോൾ ഈടാക്കൽ അനുവദിക്കില്ലെന്നും സമുദ്രസുരക്ഷയെ വെല്ലുവിളിക്കുന്നവരെ ശക്തമായി നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് ഇറാന്റെ ഭാഗത്ത് മറ്റൊരു രീതിയിൽ വായിക്കപ്പെടുന്നു. അമേരിക്കയുടെ ഉപരോധന നയങ്ങൾക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ സുരക്ഷാ പരിസരത്തിന്റെ ഭാഗമാണെന്നും അവിടെ വിദേശ സൈനിക സമ്മർദ്ദം അംഗീകരിക്കില്ലെന്നും ഇറാൻ ആവർത്തിക്കുന്നു. സമുദ്രപാതയിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അത് സൈനിക പ്രശ്നം മാത്രമല്ല, രാഷ്ട്രീയവും സാമ്പത്തികവുമായ തിരിച്ചടിയാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഇറാൻ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ സൊഹറ ഖരാസ്മി നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായത്. അൽ ജസീറയോട് സംസാരിക്കവേ ഹോർമുസിൽ ഹോളിവുഡ് ശൈലിയിലുള്ള തന്ത്രങ്ങൾ ഫലിക്കില്ലെന്ന് അവർ പറഞ്ഞു. യാഥാർത്ഥ്യ യുദ്ധരംഗം സിനിമയിലേതുപോലെ ലളിതമല്ലെന്നും ഇറാൻ ആകാശത്തും കരയിലും അമേരിക്കൻ ശക്തിയെ നേരിട്ട അനുഭവമുള്ള രാജ്യമാണെന്നും സമുദ്രമേഖലയും അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. അത്യാധുനിക F-35 ലൈറ്റ്നിംഗ് II വിമാനങ്ങളെ നേരിടുന്നതിനേക്കാൾ വലിയ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് ചില സാഹചര്യങ്ങളിൽ എളുപ്പമാകാമെന്ന വിലയിരുത്തലും അവർ മുന്നോട്ടുവച്ചു. ഇത് വെറും താന്ത്രിക വിലയിരുത്തൽ മാത്രമല്ല, സമുദ്രയുദ്ധത്തിന്റെ സ്വഭാവം കരയിലോ ആകാശത്തോ നടക്കുന്ന യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമാണിത്. ഇടുങ്ങിയ കടലിടുക്കുകൾ, മൈനുകൾ, ഡ്രോണുകൾ, വേഗക്കപ്പലുകൾ, തീരമിസൈലുകൾ എന്നിവ ചേർന്നാൽ വലിയ നാവികസേനയ്ക്ക് പോലും വെല്ലുവിളി ഉയരാമെന്നാണ് വിദഗ്ധരുടെ പൊതുവായ വിലയിരുത്തൽ. ഇതിൽ മറ്റൊരു നിർണായക ഘടകം ചൈനയാണ്. ചൈനീസ് വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷാ അക്കമ്പടി നൽകാൻ ചൈന തീരുമാനിച്ചാൽ സ്ഥിതിഗതികൾ അമേരിക്ക-ഇറാൻ പ്രശ്നത്തെ മറികടന്ന് അമേരിക്ക-ചൈന സമുദ്ര മത്സരത്തിലേക്ക് മാറാനിടയാക്കാമെന്ന് ഖരാസ്മി മുന്നറിയിപ്പ് നൽകി. ലോകവ്യാപാര ശൃംഖലയിൽ വലിയ പങ്കുവഹിക്കുന്ന ചൈനയ്ക്ക് ഹോർമുസിലെ സ്ഥിരത നിർണായകമാണ്. അതുകൊണ്ടുതന്നെ അവിടെയുണ്ടാകുന്ന ഓരോ നീക്കവും ലോക തലസ്ഥാനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഹോർമുസിൽ നടന്ന ഈ വീഡിയോ ഏറ്റുമുട്ടൽ ഒരു പ്രചാരണ യുദ്ധമാകാം, ഒരു മുന്നറിയിപ്പാകാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ സംഘർഷത്തിന്റെ ട്രെയിലറാകാം. പക്ഷേ ഉറപ്പുള്ള ഒരു സത്യം മാത്രം: ലോകത്തിന്റെ ഊർജ്ജധമനിയിൽ വീണ്ടും പിരിമുറുക്കം പടരുകയാണ്.